അത്ര നിവർത്തി കേട്ടാൽ മാത്രമേ ഇപ്പം വീട്ടിൽ വന്നാലേ നമ്മൾ ഈ ടി വി ചാനൽ നോക്കാറുള്ളൂ. എന്നാലും ന്യൂസ് ചാനൽ നോക്കണമെന്നുണ്ടെങ്കിൽ അത്ര നിവർത്തി കേട്ടാൽ മാത്രമേ നമ്മുടെ കണ്ണ് പോയി അവിടെ പെടുള്ളൂ. രാവിലെ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പം അമ്മ മോനെ വാറിൻ്റെ അപ്ഡേഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വന്ന് ഒരു ചാനൽ വെച്ചു. ആ ചാനലിൽ താഴെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ ശരിക്കും പറഞ്ഞു, അമ്മ പറഞ്ഞു മോനെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാണ്, ചേച്ചിമാരൊക്കെ പുറത്താണല്ലോ. ആ വാർത്ത എന്തായിരുന്നറിയാം, ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. അന്ന രാജൻ ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞു. ആളുടെ ഡ്രസ്സിനെ വേറൊരു രീതിയിൽ ഓൺലൈൻ മീഡിയക്കാർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പ്രചരിപ്പിച്ചാൽ അന്ന രാജൻ മാപ്പ് പറഞ്ഞത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ് രാവിലത്തെ. ഇത്രയും പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അന്നാരാജൻ്റെ പ്രശ്നത്തെ വില കുറച്ച് കാണുന്നതല്ല. അതാണോ ഇവിടുത്തെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ടോപ്പ് മീഡിയാസ് ആരിപ്പം മീഡിയ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതിപ്പോൾ ഞാൻ എന്തിനാ പറയുന്നതെന്നറിയോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാതിരിക്കുക. മാക്സിമം കാണാതിരുന്ന് ഈ റേറ്റിംഗ് കുറഞ്ഞാൽ ജെനുവിനായ വാർത്തകൾ നമുക്ക് കേട്ട് സമാധാനത്തോട്ടിരിക്കാം. പണ്ട് പഠിച്ചപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്ന ഇതുപോലെ ഇങ്ങനെ നെഗറ്റീവ് ന്യൂസസ് സ്പ്രെഡ് ചെയ്ത് ഞാൻ പോലും പലതവണയും ഈ സോഷ്യൽ മീഡിയ കയറിയിരിക്കുമ്പോൾ ആ ലൂപ്പിൽ വീണ് പോവാം. ആ ലൂപ്പിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ള മീഡിയാസും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ചാനൽസുമാണ്. ഐ ഡോണ്ട് നോ വേർ ഇസ് ഇറ്റ് ഗോയിങ്. ഐ എം സോറി അന്നരാജൻ.